നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനത്തെ ചൊല്ലി DMK കോൺഗ്രസ് സഖ്യത്തിനുള്ളിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. 35 നിയമസഭാ സീറ്റും 2 രാജ്യസഭാ സീറ്റും വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം തള്ളിയതായാണ് സൂചന. 28 സീറ്റ് നൽകാമെന്ന നിലപാടാണ് DMK സ്വീകരിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തമിഴ്നാട്ടിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് DMK കോൺഗ്രസ് തർക്കം രൂക്ഷമായി തുടരുന്നു. കോൺഗ്രസ് മുന്നോട്ടുവച്ച ആവശ്യം DMK തള്ളിക്കളഞ്ഞു. 35 നിയമസഭാ സീറ്റുകളും 2 രാജ്യസഭാ സീറ്റും വേണമെന്ന ആവശ്യമാണ് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ തവണ പോലെ പരമാവധി 25 സീറ്റും 1 രാജ്യസഭാ സീറ്റ് നൽകുന്ന കാര്യം പരിഗണിക്കാമെന്ന കടുത്ത നിലപാടാണ് DMK സ്വീകരിച്ചിരുന്നത്. സോണിയാഗാന്ധിയുടെ ദൂതനായി മുതിർന്ന നേതാവ് ചിദംബരമാണ് തർക്കപരിഹാരത്തിനായി മുഖ്യമന്ത്രി സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയത്. സീറ്റ് വിഭജന വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ നിരന്തരം ഉണ്ടായിരുന്നു. ഇതിനെതിരെ DMKയിലെ മന്ത്രിമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നതോടെയാണ് വിഷയത്തിൽ സോണിയാഗാന്ധി നേരിട്ടിടപെട്ടത്. കോൺഗ്രസ് സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്ത് മുന്നോട്ടു പോയാലും പ്രശ്നമില്ല എന്ന നിലപാടാണ് DMK സ്വീകരിച്ചിരുന്നത്. എന്നാൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി നിലനിർത്തേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട് എന്നതിനാൽ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറാകണമെന്നാണ് DMKയുടെ കണക്കുകൂട്ടൽ. എന്നാൽ കോൺഗ്രസിന്റെ വലിയ അവകാശവാദങ്ങൾ അംഗീകരിക്കാൻ DMK തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി സ്റ്റാലിനുമായി ചിദംബരം നടത്തിയ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസിന് 28 നിയമസഭാ സീറ്റുകൾ നൽകാമെന്ന ധാരണയായ സൂചനയും പുറത്തുവന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.